ഇപ്പം എക്സിൻ്റെ പുതിയ AI ഫീച്ചറാണ് ഗ്രൂക്ക് AI എന്നുള്ളത്. ഇപ്പം എക്സ് ആപ്ലിക്കേഷൻ വഴിയാണ് നിങ്ങൾ ഗ്രൂക്ക് AI യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പൊതുവേ ഈ ഒരു ഗ്രൂക്ക് AI നമ്മുടെ പഴയ കോൺവെർസേഷൻസ് ഒക്കെ ഓർത്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ ആയിരിക്കും തരിക. പക്ഷേ നിങ്ങൾക്ക് ഗ്രൂക്ക് AI പഴയ കോൺവെർസേഷൻസ് ഓർത്ത് വെക്കണ്ട എന്നുണ്ടെങ്കിൽ ഒരു സെറ്റിംഗ്സ് ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ പഴയ കോൺവെർസേഷൻസ് ഗ്രൂക്ക് AI ഓർത്ത് വെക്കില്ല. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതെങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് എക്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ മുകളിൽ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സ് ആൻഡ് സപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവസി ആൻഡ് സേഫ്റ്റി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്താൽ ഗ്രൂപ്പ് ആൻഡ് തേർഡ് പാർട്ടി കൊളാബറേറ്റേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എലോ ഗ്രൂപ്പ് ടു റിമെമ്പർ യുവർ കോൺവെർസേഷൻ ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പം ഇത് ഓൺ ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഡിഫാൾട്ടായിട്ട് ഓൺ ആയിട്ടാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺവെർസേഷൻസ് ഒക്കെ ഗ്രൂപ്പ് ഓർത്ത് വെക്കുന്നതായിരിക്കും. ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ബാക്കോട്ട് പോവുക. അതിനുശേഷം ഗ്രൂപ്പ് കെയിൽ നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പുള്ള കോൺവെർസേഷൻസ് അത് ഓർത്ത് വെക്കില്ല. അപ്പം ഇങ്ങനെ ഈ ഒരു സെറ്റിംഗ്സ് നമുക്ക് ഡിസേബിൾ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.